വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസമല്ല കുറേ മാസമാണെന്ന് തോന്നുന്നു, മാസങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുബിൻ ചേട്ടൻ എന്തോ പറയുന്നു. ഇപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് 5th മന്ത് അനോമലി സ്കാനിങ് ഡേ ആണ്. അപ്പോൾ നമ്മളെ കുഞ്ഞുമണി ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ വട്ടം കാണാൻ പറ്റി, ഈ വട്ടം കാണാൻ പറ്റിയായിരുന്നെങ്കിൽ സന്തോഷമായേനെ. സുബിൻ ചേട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ രാവിലെ മുതൽ വിളിക്കുക 7 മണി തൊട്ട്, എന്നിട്ട് 9 മണിക്ക് എണ്ണീറ്റത്. പിന്നെ ഇത് 2 വ്ളോഗായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ ആയിരുന്നു എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഡേ. അപ്പോൾ അതിനകത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം, അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്നും പറഞ്ഞാൽ എടുത്തത്. പക്ഷെ അവിടെ ചെന്ന് ഗ്ലൂക്കോസ് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ കിളിയെല്ലാം പറന്ന്. അപ്പോൾ അത് ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ അത് ഇതും കൂടെ ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന്. ഞാൻ പുതിയ ഉടുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. ഇന്നലെ വാങ്ങിച്ചു, ഇന്നിട്ടു. നമ്മൾ ബേബി പമ്പ് ഇത്ര ആയിട്ടുണ്ട്. സന്തോഷമുണ്ട്, എന്നാലും ടെൻഷനും ഉണ്ട്, എന്താവും ഏതാവും എന്നൊക്കെ ഓർത്ത്. എന്നിട്ട് അവിടെ നിന്ന് നോക്കുന്നു. നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ റെഡി ആയിക്കും. രാവിലെ എന്ന് വെച്ചാൽ നല്ല രാവിലെ ആയിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ റെഡിയായി. സുബിൻ ചേട്ടൻ അവിടെ റെഡി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം സുബിൻ ചേട്ടൻ എഴുന്നേക്കാനായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫയലൊക്കെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വെച്ച് ഒന്നും കഴിക്കാതെ പോകാം, ഗ്ലൂക്കോസ് ടെസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഒന്നും കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വന്നോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഒരു ചായയും വടയും വാങ്ങിച്ച് കഴിച്ച്. അത് മാത്രമല്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അകത്താക്കേണ്ട സമയം കഴിയും. അങ്ങനെ സുബിൻ ചേട്ടൻ പോയി ഗ്ലൂക്കോസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. എനിക്കിത് കണക്ക് 1.5 മാസമായപ്പോൾ ഇതുപോലൊരു ഗ്ലൂക്കോസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇതെങ്ങനെയാണ് സംഭവം എന്നറിയാം. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയല്ലേ, വൊമിറ്റ് ചെയ്യാനും പറ്റത്തില്ല. വൊമിറ്റ് ചെയ്താൽ പിന്നെ അടുത്ത ദിവസം പിന്നെയും വരണം. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ അടിച്ചു പിടിച്ചപ്പോൾ അത് കുടിക്കും. അത് മാത്രമല്ല, നമുക്ക് ഫസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഷുഗർ ചെറുതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഡോക്ടർ പറഞ്ഞ് ഷുഗറൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വട്ടം ഷുഗർ കാണുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. എന്നാൽ ഇതിട്ടങ്ങോട്ട് കുടിക്കാനും വയ്യ. പക്ഷെ നമുക്ക് അറിയണ്ടേ, അതുകൊണ്ട് ഇതെങ്ങനെയൊക്കെയോ കുടിച്ചു. എന്നിട്ട് സുഞ്ചേട്ടൻ പറയുന്നുണ്ട് പെട്ടെന്ന് കുടിക്കുന്നു. പക്ഷെ ഇത് കുടിച്ചവർക്കല്ലേ അതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത്രയും നേരം ഞാൻ സുഞ്ചേട്ടൻ അവിടെ എല്ലാം പോയി. സുഞ്ചേട്ടനൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു, പിന്നെ എനിക്കൊരു ഉടുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. ആ ഉടുപ്പായിരിക്കും ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം സുബിൻ ചേട്ടൻ പതിവിലും ഉള്ളതുപോലെ തന്നെ താമസിച്ച് എഴുന്നേറ്റത്. ഞാൻ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി നിൽക്കുക. സുഞ്ചേട്ടൻ്റെ അടുത്ത് ഞാൻ കഴിക്കാൻ വാന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇന്ന് രാവിലെ ഞാനായിരുന്നു കാപ്പി ഉണ്ടാക്കിയ. നമുക്ക് ദോശയും കറി എന്തുമായിരുന്നു, കറി ചമ്മന്തിക്കറിയായിരുന്നു. എൻ്റെ ഇടയിൽ കൂടെ അമ്മൂമ്മ എന്തൊക്കെയോ പറയുന്നു. അമ്മൂമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മൂമ്മ സ്കാനിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാ വട്ടം ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് പോകുന്നത്. പക്ഷേ ഈ വട്ടം എനിക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വട്ടത്തെയും പോലെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് നേരെ പോയത്. നമുക്ക് 10 മണിക്ക് എത്താനാണ് പറഞ്ഞത്. അല്ല, ഞാൻ വിളിച്ചപ്പോൾ എന്നോട് 10 മണി, സുബിൻ ചേട്ടനോട് 11 മണിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് സ്കാനിങ് തുടങ്ങിയപ്പം 12:30 1 മണി, അല്ല 1:15 കഴിഞ്ഞു. പിന്നെ ആദ്യം ഹോസ്പിറ്റലിൽ പോയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റേ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങാനും യൂറിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വാങ്ങാൻ പോയിരുന്നു. അവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒടുക്കത്താളായിരുന്നു. കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴോ, ഇവിടെ ആണെങ്കിൽ കുമിഞ്ഞു കൂടാനുള്ള ആൾക്കാർ. ശരിക്കും എനിക്ക് 10-ാം തീയതിയൊക്കെയാണ് ഡേറ്റ് തന്നത്. അപ്പം ഒരാൾ സ്കാനിങ്ങിന് വരാത്തതുകൊണ്ട് എനിക്ക് 10-ാം തീയതിക്കുള്ളത് 7-ാം തീയതിയിൽ അവർ തന്നു. അങ്ങനെ ഞാൻ സുബിൻ ചേട്ടനും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. ചെറുതായിട്ടല്ല, ഇപ്പോൾ വിശപ്പ് വന്നു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ട് അല്ലേ തല ഇറങ്ങുന്ന കണക്ക് തോന്നും. അങ്ങനെ ഞാൻ പോയി ഈ ഒരു ജ്യൂസും പിന്നെ ഒരു പഴംപൊരി, കുറേ ദിവസമായിട്ട് കഴിക്കുന്നു, പഴംപൊരി കഴിക്കണം എന്ന്. പക്ഷെ എനിക്ക് കിട്ടിയ പഴംപൊരി നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വലിയ വകുപ്പൊന്നും ഇല്ലായിരുന്നു. ഗായ്സ്, നമ്മുടെ കുഞ്ഞമ്മണി നമ്മളെ ചതിച്ചു. എങ്ങനെയുണ്ട് സുഞ്ചേട്ടാ? എന്താ പറയുക, തിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തിരിഞ്ഞ് കിടക്കുക. ഡോക്ടർ പറഞ്ഞ് പോയി നല്ലപോലെ നടന്ന് വയറൊക്കെ നിറച്ച് കഴിച്ചിട്ട് വരാം.
ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ കുഞ്ഞാവെ കണ്ടില്ല. ഞാൻ വെച്ച് കഴിഞ്ഞിട്ടത്തെ പോലെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ വന്നേ, കാണാൻ പറ്റില്ല. ലാസ്റ്റ് ഡോക്ടർ കുറേ നേരമായിട്ട് ഒന്നും മിണ്ടുന്നുമില്ല. സാധാരണ കുറച്ച് നേരമല്ല സ്കാനിങ് ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തോ സംഭവം, ഇതൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ എൻ്റെ സ്ക്രീൻ തിരിച്ച് കണ്ടിട്ട് പറഞ്ഞു, ഇത് കണ്ടോ കുഞ്ഞ് കമന്ന് കിടക്കുകയെന്ന് പറഞ്ഞു. ഞാനൊരു 2 കാലൊക്കെ വെച്ച് ഭയങ്കര സൂപ്പറായിട്ട് അനങ്ങുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കിക്കുകളല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര അനങ്ങുന്നതൊന്നും എനിക്കറിയാനില്ല. എന്ന് വെച്ചാൽ ചെറിയ അനക്കമല്ലേ അറിയുന്നുള്ളൂ. സ്കാനിങ്ങിന് അതിനകത്ത് ആ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് ശരിക്കും ഇത്രയും കിടന്ന് അനങ്ങുന്നത് എനിക്ക് മനസ്സിലായത്. തിരിഞ്ഞ് തന്നെ കിടക്കും. അപ്പോൾ ഡോക്ടറുടെ മുഖമൊക്കെ നമുക്ക് കിട്ടണം, അതുകൊണ്ട് പോയി കഴിച്ചിട്ട് നല്ലപോലെ നടന്നിട്ട് വരാം. ഇനി നല്ലപോലെ നടന്നിട്ട് വന്നിട്ട് തിരിഞ്ഞില്ലെങ്കിലാ അല്ലേ. ചേട്ടൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞു തിരിഞ്ഞങ്ങാണം കിടക്കും. കാരണം നമ്മൾ കുറേ ബ്ലോഗൊക്കെ കാണാറുണ്ട്. ഇനി എന്തുവാണെന്ന് ദൈവത്തിനറിയാം. നമ്മളതുകൊണ്ട് കഴിക്കാൻ വന്നിരിക്കുക. അങ്ങനെ സുബിൻ ചേട്ടൻ ഒരു ഫ്രൂട്ട് സലാഡ് മേടിച്ച് ഞാനൊരു ഷാർജയും മേടിച്ച്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് മുതലെടുക്കാൻ പറ്റും. കാര്യം ഷാർജ സുബിൻ ചേട്ടൻ എനിക്ക് വലുതായിട്ട് ഇപ്പോൾ അങ്ങനെ വാങ്ങിച്ചു തരത്തില്ല. മുമ്പ് എപ്പോഴും വാങ്ങിക്കുമായിരുന്നു, ഇപ്പോൾ വലുതായിട്ടില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഇതുപോലെ പോകുമ്പോൾ കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് ഞാൻ ഷാർജ മതിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഹോസ്പിറ്റലിൽ വന്ന് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നല്ലപോലെ നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ പിന്നെയും വന്ന് കുറച്ച് നേരം ഇരിക്കും. പിന്നെ സുബിൻ ചേട്ടൻ ഒരു വെപ്രാളം, ഇനിയും കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് സുബിൻ ചേട്ടൻ എന്നെ ഒരു ശകലം പോലും അവിടെ ഇരുത്താൻ സമ്മതിച്ചു. അങ്ങനെ നമ്മൾ വിജയകരമായി സ്കാനിങ് കഴിഞ്ഞു. ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് മാത്രമല്ല, സുബിൻ ചേട്ടന് ഞാൻ പറയാം. ചേട്ടാ ഓക്കെ, എങ്ങനെയുണ്ടെന്ന് പറയാം എക്സ്പീരിയൻസ് കണ്ട്. അയ്യോ, സുബിൻ ചേട്ടൻ ചോദിച്ചു എനിക്കും കൂടെ കയറി കാണാവോ എന്ന് ചോദിച്ചു. ശരിക്കും രണ്ടാമത് സ്കാൻ എടുത്തത് കാര്യം സുബിൻ ചേട്ടന് ആദ്യമായിട്ട് കുഞ്ഞാവ് സ്ക്രീനിൽ കണ്ട്. ഞാൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സുബിൻ ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് കൈയെടുത്തിങ്ങനെ മുഖത്ത് വെച്ചേക്കുക. അപ്പം എന്തോ പറയുന്നത്, ഇങ്ങനത്തെ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ സുബിൻ ചേട്ടൻ പറയും അതൊക്കെ എഡിറ്റിംഗ് ആണ്. ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? എഡിറ്റിംഗ് ആണ്. പിന്നെ ചുണ്ടും മൂക്കും എല്ലാം കണ്ടല്ലേ. അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആ സ്ക്രീനിൽ കുഞ്ഞാവ് ഇങ്ങനെ വായിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ നേരത്ത് സുബിൻ ചേട്ടൻ മുഖത്ത് വന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. കുഞ്ഞാവെ കണ്ടപ്പോൾ സുബിൻ ചേട്ടൻ്റെ ഒരു കാണുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്താൽ കൊള്ളായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലല്ല ചെയ്ത്, നമ്മൾ പുറത്താണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് സുബിൻ ചേട്ടൻ്റെ കുഞ്ഞാവെ കാണാൻ പറ്റിയത്. ഉമ്മ സുബിൻ ചേട്ടൻ വെറുതെ ഒന്ന് ചോദിച്ചതാ കാണാൻ പറ്റുമോ. ആളുകളില്ലായിരുന്നു, അത് രക്ഷപ്പെട്ട് നമ്മൾ റിസൾട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി. ഹലോ, നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നത് കുറച്ച് ദിവസത്തിന് ശേഷമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് കാണിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അതും കൂടെ അറിഞ്ഞിട്ട് വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് മറന്നേ പോയി. വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറിനെ കാണിച്ച് കുഞ്ഞാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്ന, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എനിക്കൊന്ന് 7-ാം തീയതി പോയത് 11-ാം തീയതി ആയെന്ന് തോന്നുന്നു. 11-ാം തീയതി ആണെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.